16-ാമത്തെ വയസ്സിൽ നല്ല ഹാപ്പിനെസ് ആയിരുന്നു അല്ലെ, നമ്മൾ SLC ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, കൗമാരപ്രായം. 27-ാമത്തെ വയസ്സിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്, കല്യാണം കഴിക്കുന്നത്. ആദം നീ എവിടെയാകുന്നു? നമ്മൾ ചോദിക്കുകയാണല്ലേ മുഖ്യമന്ത്രി അങ്ങ് എവിടെയാണ് അല്ലെ. വനജ, വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, വനജ. കാലിൽ മാർച്ച് 23 കാലാവസ്ഥാ ദിനം. ക്ഷയം മാർച്ച് 24 ക്ഷയരോഗ ദിനം. ഇല്ല 25 ഒന്നുമില്ല. അപസ്മാരം മാർച്ച് 26 അപസ്മാര ദിനം. അപസ്മാര നാടകം മാർച്ച് 27 നാടക ദിനം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ എല്ലാവർക്കും സുഖാണോ? മക്കളെ നന്നായി പഠിക്കുന്നുണ്ടോ? നിങ്ങള് വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾ, 10th പ്രിലിംസ് നാളെ 1ഉം 2ഉം ഘട്ടം നടക്കുകയാണ്. ഓഗസ്റ്റ് 1 3, 4 ഘട്ടം. നോക്കൂ, ഈ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാലം പഠിച്ചതും എടുത്തതുമായ കറണ്ട് അഫയേഴ്സ് മുഴുവൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു 10 മണിക്കൂറൊക്കെ തരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓരോ മണിക്കൂറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ച് ഒരു 10 ക്ലാസ്. അപ്പൊ ഇതുവരെ നൽകിയ 7 ക്ലാസ് ഒരൊറ്റ പ്ലേലിസ്റ്റ് ആണ്. അതിന്റെ ലിങ്ക് മുകളിലുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾ പ്ലേലിസ്റ്റ് അനുസരിച്ച് ക്ലാസ്സുകൾ കാണുക കേട്ടോ. അതുപോലെ എല്ലാ PDF-ഉം ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്കർ PSC എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ സ്ട്രൈക്കർ PSC എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എവിടെ കിട്ടും? പ്ലേ സ്റ്റോറിൽ കിട്ടും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്ട്രൈക്കർ PSC എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽ PDF ഒക്കെ പ്രിലിംസിന് വേണ്ടിയിട്ട് കിട്ടും. നിങ്ങൾക്ക് 2-1 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന്റെ അനുബന്ധ വസ്തുക്കളൊക്കെ കണക്റ്റഡ് ഫാക്ട് കംപ്ലീറ്റ് 3-4 ഘട്ടങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. അപ്പൊ അതുകൂടി നിങ്ങളോട് പറയുകയാണ്. നേരിട്ട് ക്ലാസ്സിലേക്ക് പോകണം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇന്ന് ലൈക്ക് അടിക്കുക. നോക്കൂ, ഫിഫ വേൾഡ് കപ്പ്, അതുപോലെ തന്നെ നമ്മുടെ പുതിയ മന്ത്രിസഭ വന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് ഇൻഡെക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് നമുക്ക് സ്പീഡ് പറഞ്ഞ് പഠിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കണേ. ഫിഫ ലോകകപ്പ് 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ ആരംഭിച്ച ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം, ജൂൺ 11 ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ എക്സാം ജൂലൈ മാസത്തിലെ, അപ്പൊ ജൂണിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കണോ എന്ന്. മക്കളെ ഓർത്ത് വെച്ചേക്കുക, ഫിഫ ലോകകപ്പ് ഒക്കെ മുമ്പേ തീരുമാനിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഡേറ്റ് ചോദിക്കും. ഫിഫ ലോകകപ്പ് 2026 തുടങ്ങിയത് ജൂൺ 11-ാം തീയതിയും അവസാനിക്കുന്ന അഥവാ മത്സരത്തിന്റെ ഫൈനൽ നടക്കുന്നത് 2026 ജൂലൈ 19-ാം തീയതിയുമാണ്. ജൂൺ 11 ജൂലൈ 19, ജൂൺ 11 ജൂലൈ 19 പഠിച്ചു വെച്ചു എന്ന് വിചാരിക്കുന്നു. ആതിഥേയ രാജ്യങ്ങൾ എവിടെയൊക്കെയാണ് വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ ഫിഫ ലോകകപ്പ് നടന്നത്? അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അമേരിക്ക, കാനഡ, മെക്സിക്കോ. ആകെ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം 48 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രാവശ്യം ടീമുകളുടെ എണ്ണം കൂട്ടി. അതുകൊണ്ട് തന്നെ മത്സരങ്ങളുടെ എണ്ണവും കൂടും. 48 ടീമുകൾ, 104 മത്സരങ്ങൾ. കൃത്യമായി പഠിക്കണം, 104 മത്സരങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ബോളിന്റെ പിക്ചർ കാണാം അല്ലെ. ട്രിയോണ്ട. നോക്കൂ, എന്താണ് ഈ പ്രാവശ്യത്തെ ലോകകപ്പ് ഫുട്ബോളിന്റെ ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര്? ട്രിയോണ്ട എന്ന് പഠിച്ചു വെക്കുക. മലയാളത്തിൽ ഇത് വെച്ചിട്ട് പ്രയാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രിയോണ്ട. ട്രിയോണ്ട ബോള് കണ്ടല്ലോ, ട്രിയോണ്ട. ട്രീ കൊണ്ട് ഉണ്ടാക്കിയാൽ കേട്ടോ, ട്രിയോണ്ട എന്ന് വായിച്ചാൽ മതി. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന മലയാളി താരം. ഒരു ചരിത്ര വർഷം കൂടിയാണ് ഈ വർഷം മലയാളികളെ സംബന്ധിച്ച്. കാരണം ലോകകപ്പ് ഫുട്ബോൾ നമുക്ക് ഭയങ്കര ആവേശം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്ത്യ പോലും അതിനകത്ത് പങ്കെടുത്തിട്ടില്ല ഇതുവരെ. പക്ഷെ ഒരു മലയാളി മറ്റൊരു രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം ലോകകപ്പിന്റെ ടീമിനകത്തുണ്ടായിരുന്നു. ലോകകപ്പിന് പോയ രാജ്യങ്ങളുടെ ടീമിൽ. അതാരാണ്? അത് തഹസീൻ മുഹമ്മദ് ജംഷീദ് ആണ്. നോക്കൂ, തഹസീൻ മുഹമ്മദ്, തഹസീൻ മുഹമ്മദ്, തഹസീൻ മുഹമ്മദ്. നോട്ട് ചെയ്ത് വെക്കണം, തഹസീൻ മുഹമ്മദ് ജംഷീദ്. ഇദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളിയുടെ പേര് ഷുവർ ആയിട്ട് ചോദിക്കും. ഉറപ്പാണ് ക്വസ്റ്റ്യൻ. തഹസീൻ മുഹമ്മദ് ജംഷീദ്. ജംഷീദ് മറക്കേണ്ട. ഖത്തർ, ഖത്തർ. അങ്ങനെയാണെങ്കിൽ ഭാഗ്യ ചിഹ്നങ്ങൾ, മേപ്പിൾ, ക്ലച്ച്, സായു. ഇനി നമുക്ക് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് സ്പെഷ്യൽ ആയിട്ട് മറ്റൊരു ക്ലാസ് ഞാൻ ചെയ്യും. നോക്കൂ, വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഫിഫ ലോകകപ്പിന്റെ ഓരോരോ ഇവന്റുകൾ ഇപ്പൊ മത്സരം കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ ആർക്ക് കിട്ടി, ഗോൾഡൻ ബൂട്ട് ആരാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അത് മറ്റൊരു ക്ലാസ്സിൽ. തൽക്കാലം നിങ്ങൾ പഠിച്ചു വെക്കുക ഭാഗ്യ ചിഹ്നങ്ങള്. എടാ മക്കളെ, ഒരു ആപ്പിൾ ഇങ്ങനെ കാനയിൽ വെക്കുന്നത് കാണുകയാണ്. അതായത് ആലോചിക്കുക, ഒരു തമാശ പറയാണ്. ഒരു അമ്മ മകളും കാറിൽ പോവുകയാണ്. അപ്പൊ ഫിഫ ലോകകപ്പ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക, ഫിഫ ലോകകപ്പ് കാണാൻ അമ്മയും മോളും കാറിൽ പോവുകയാണ്. അപ്പൊ പോകുന്ന സമയത്ത് ആപ്പിൾ ഇങ്ങനെ കാനയിലേക്ക് വെക്കുന്നു. ആപ്പിൾ. അപ്പൊ നിങ്ങൾ തൽക്കാലം മേപ്പിൾ ആക്കുക. മേപ്പിൾ. മേപ്പിൾ എന്ന് പറഞ്ഞാൽ കാനഡയുടെ ഐക്യത്തെയും കരുത്തിനെയും ഇത് സൂചിപ്പിക്കുന്നു. ഇത് ഒരു തരം മൂസ് ആണ്. ഇവിടെ പിക്ചർ കാണാൻ നിങ്ങൾക്ക് കേട്ടോ. മേപ്പിൾ എന്ന് പറഞ്ഞാൽ മേപ്പിൾ. മേപ്പിൾ ഒരു ഭാഗ്യചിഹ്നത്തിന്റെ പേര് മേപ്പിൾ. അത് കാനഡയുടെ ഈ പറയുന്ന കാനഡയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ ഒരു ഭാഗ്യചിഹ്നം.
യഥാർത്ഥത്തിൽ 3 രാജ്യങ്ങൾ വെച്ച് നടക്കുന്ന 3 ഭാഗ്യചിഹ്നങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറില്ല. അപ്പൊ 3 ഭാഗ്യചിഹ്നം മേപ്പിൾ, കാനഡ. മറ്റൊന്ന് ക്ലച്ചാണ്. അമ്മയാണ് അങ്ങനെ ഈ കാനയിലേക്ക് ആപ്പിൾ വീകുന്നത്. കാനയിലേക്ക് ആപ്പിൾ വീകുന്നത് കാണുമ്പോൾ അമ്മ ക്ലച്ച് ചവിട്ടുന്നു. അപ്പോൾ ഈ കാറിലുണ്ടായിരുന്ന ഇത് പറയുന്ന എന്താ മാക്സി നൈറ്റിലൊക്കെ ഇടുന്ന ഡ്രസ്സല്ലേ മാക്സി ഇട്ട കുട്ടിയായിരുന്നു സായു. അവൾ എന്ത് ചെയ്തു, ഒന്ന് പെട്ടെന്ന് ക്ലച്ച് പിടിച്ചപ്പോൾ മുമ്പോട്ട് പോയിട്ടോ. അപ്പൊ അമ്മ ക്ലച്ച് പിടിച്ചോ, അമ്മ ക്ലച്ച് ഇതൊക്കെ എന്ത് തല്ലിപ്പൊളി കോടാന്ന് ചിന്തിക്കേണ്ട, ചുമ്മാ ഓർത്തെടുക്കാൻ പറ്റുന്നവർ ഓർത്തോളൂ. അതുകൊണ്ടാട്ടോ അമേരിക്ക അമ്മ ക്ലച്ച് ചവിട്ടി, മാക്സി ഇട്ട സായു ഒന്ന് മുമ്പോട്ട് പോയി. സായു മെക്സിക്കോ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന മെക്സിക്കൻ കാർഡുകളിൽ കണ്ടുവരുന്ന ഒരു ജാഗാറാണ് ഈ പറയുന്ന സായു. ക്ലച്ച് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ദേശീയ പക്ഷിയായ ബാൾഡ് ഈഗിൾ ആണ് ഈ പറയുന്ന ക്ലച്ച്. അപ്പൊ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അമ്മ ആലോചിക്കുക, സായു എന്ന് പറഞ്ഞാൽ മെക്സിക്കോ ആലോചിക്കുക. മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് ഇപ്പോൾ ഇതിനോടകം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, സെൻസസ് എടുക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകൾ അല്ലെ. 2026-27 സെൻസസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൊറോണയും പല കാരണങ്ങളാൽ കുറച്ച് നീണ്ടുപോയ സെൻസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫിഫ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പഠിച്ചുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കണം. സെൻസസ് 2027 ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി, വികാസ്. 2 പേരാണ്, പ്രഗതി വികാസ്. അങ്ങനെയാണെങ്കിൽ 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സുദർശൻ പട്നായിക്. പഠിച്ചു വെക്കണം. ബ്രാൻഡ് അംബാസിഡർ സുദർശൻ പട്നായിക്. സെൻസസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ മൃത്യുഞ്ജയ് കുമാർ നാരായൺ. സെൻസസ് കമ്മീഷണറാണ് മൃത്യുഞ്ജയ് കുമാർ നാരായൺ. ടോൾ ഫ്രീ നമ്പർ സെൻസസുമായി ബന്ധപ്പെട്ടത് 1855 ആണ്. സെൻസസ് എന്ന് കേട്ടിട്ടുള്ള ഈ ജനന കണക്കെടുപ്പൊക്കെ അല്ലേ. അപ്പം നമ്മൾ മരണപ്പെടുക എന്നാലോചിക്കുക, മൃത്യുഞ്ജയ ഹോമൊക്കെ നടത്താറില്ലേ. അപ്പൊ മൃത്യുഞ്ജയ് കുമാർ സെൻസസ്. സുദർശൻ പട്നായിക് ബ്രാൻഡ് അംബാസിഡർ കിട്ടണം കേട്ടോ. സുദർശന ചക്രം ഇങ്ങനെ കറക്കില്ലേ. അപ്പൊ മൊത്തത്തിൽ ഇന്ത്യ മൊത്തം പോയിട്ട് എല്ലാവരുടെ വീടുകളിൽ പോയിട്ട് കണക്കെടുക്കുക. സുദർശൻ ആലോചിക്കുക, ബ്രാൻഡ് അംബാസിഡർ ആണ് സുദർശൻ. പേരുകൾ മറക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ സെൻസസ് ആണ്. ഇതിനു മുമ്പ് ഒരു 10-15 വർഷം മുമ്പൊക്കെ നമ്മുടെ രാജ്യം ഇത്രത്തോളം ഡിജിറ്റലി പുരോഗമിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ 2026 ഏപ്രിൽ 1 ഈ വർഷം ഇന്ത്യയിൽ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ സെൻസസ് ആരംഭിച്ചു. ഇതിന് ശരിക്കും 2-3 ഘട്ടങ്ങളായിട്ടാണ് ഇത് തീർക്കുന്നത് കേട്ടോ. കേരളത്തിലെ ടോൾ പ്ലാസകളിൽ നോട്ടുകൾ ഒഴിവാക്കാൻ ഡിജിറ്റൽ പേയ്മെന്റ് നിലവിൽ വരുന്നത് എന്നാണ് ചോദിച്ചാൽ ഏപ്രിൽ 2026 ഏപ്രിൽ 1 മുതൽ. ഏത് പുതിയ ബ്രാൻഡിലാണ് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നത്? കുടുംബശ്രീ ആയതുകൊണ്ട് കേരളത്തിന്റെ കെ ഇനം. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് സുശക്തി മിഷൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ചോദ്യം ചോദിക്കാം. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന പുതിയ പദ്ധതി സുശക്തി മിഷൻ. പുതിയ തലമുറ അഥവാ ജെൻസിയെ ആകർഷിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാലയാണ് മീറ്റ് പോയിന്റ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഷാ AI പ്ലാറ്റ്ഫോമാണ് ഭാഷിണി. യുവാക്കളിൽ വോട്ടിംഗ് ശതമാനം കുറയുന്ന സാഹചര്യത്തിൽ അവരെ കൂടുതലായി ബൂത്തുകളിൽ എത്തിക്കാൻ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് മക്കളെ എന്റെ വോട്ട് എന്റെ ശക്തി. കേരളത്തിൽ ഭിന്നശേഷി സൗഹൃദ വോട്ടിംഗ് പ്രചരണത്തിനായിട്ട് ഭിന്നശേഷി ഉദ്യോഗസ്ഥരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിനാണ് സമ്മതി. നോക്കൂ, അവരെയും കൂടിയും ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തുന്നത് സമ്മതിദാന അവകാശം അല്ലേ. അപ്പൊ നോക്കൂ, പരിസ്ഥിതി സൗഹാർദ്ദ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ഗ്രീൻ ബട്ടൺ. പരിസ്ഥിതി ഗ്രീൻ ബട്ടൺ. ഈ പറഞ്ഞ യുവാക്കൾ എന്റെ ശക്തി എന്റെ വോട്ട് എന്റെ ശക്തി. അതുപോലെ ഭിന്നശേഷിക്കാര് സമ്മതി. നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡേറ്റുകളും ചില കാര്യങ്ങളുമാണ് മക്കളെ. ഉറപ്പാണ് ഇത് പരീക്ഷാ ചോദ്യ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഓർക്കും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നമ്മുടെ 16ാം കേരള നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടന്ന ഡേറ്റ് നമുക്കൊക്കെ അറിയാം, എന്നാലും പരീക്ഷ ഒന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഏപ്രിൽ 9 2026 ഏപ്രിൽ 9 ഓക്കെ ആണല്ലോ. കേരള നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷ വോട്ടർമാരുള്ള മണ്ഡലങ്ങളുടെ എണ്ണം 11. ശ്രദ്ധിച്ചു വെക്കണം. കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും നിയമസഭയിലേക്ക് വനിതകളുടെ എണ്ണം 11. ഇതിനകത്തൊരു ബന്ധമല്ലേ? നോക്കൂ, എന്നുവെച്ചാൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷ വോട്ടർമാരുള്ള മണ്ഡലങ്ങളുടെ എണ്ണം 11. അതുപോലെ തന്നെ ടോട്ടലായിട്ട് ജയിച്ചു വന്ന MLA-മാരിൽ 11 വനിതകളുണ്ട്. ഇലക്ഷന്റെ പോളിംഗ് കറക്റ്റ് ഇത് ഞാനിങ്ങനെ സ്റ്റാർ ഇട്ട് കൊടുത്ത് ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ പല സൈറ്റിൽ നോക്കുമ്പോഴും പല പത്രങ്ങൾ വായിച്ചു നോക്കുമ്പോഴും ഒക്കെ വ്യത്യാസം കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. ചോദ്യപേപ്പർ നോക്കിയിട്ട് നിങ്ങളൊരു ലോജിക്ക് വെച്ച് ചെയ്തണേ.
79.63%. ഇലക്ഷൻ കമ്മീഷൻ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്. 79.63. ചിലപ്പോൾ റൗണ്ട് ആക്കിയിട്ട് 80 നമുക്ക് കൊടുക്കാം കേട്ടോ. ഇലക്ഷന്റെ ടോട്ടൽ പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഒരു സംശയം വേണ്ട കോഴിക്കോടാണ്, കുറവ് പത്തനംതിട്ടയാണ്. കേരളത്തോടൊപ്പം ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി. ഞാൻ തൊട്ട് മുമ്പിൽ എടുത്ത ക്ലാസ്സിനകത്ത് ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള മുഖ്യമന്ത്രിമാരെ പഠിപ്പിച്ചിട്ടുണ്ട്, പദവികൾ പഠിപ്പിച്ചു. ആ ക്ലാസ് നിർബന്ധമായിട്ട് കാണാം. എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ്. ഏറ്റവും അവസാനമായിട്ട് എടുത്ത 2026 ജൂലൈയിൽ എടുത്ത മുഴുവൻ ഇന്ത്യയിലെ പദവികളും കേരളത്തിലെ പദവികളും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കാണാം, അതിനകത്ത് ചോദിക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ എക്സാമിന് വരും. നോക്കൂ, വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രി നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, എത്ര പേര് ക്ലാസ് കണ്ടു നോക്കട്ടെ. വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയും ആസാമിന്റെ മുഖ്യമന്ത്രി, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങളെ ക്ലാസ് കണ്ടു. അങ്ങനെയാണെങ്കിൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടന്നത് എന്നായിരുന്നു? ഏപ്രിൽ 9 ഇലക്ഷൻ, ഏപ്രിൽ 9 ഇലക്ഷൻ, മെയ് 4 വോട്ടെണ്ണൽ. 102 സീറ്റുകളാണ് UDF കിട്ടുന്നത്, 35 സീറ്റുകളാണ് LDF കിട്ടുന്നത്, 3 സീറ്റുകളാണ് NDA. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് മെയ് 18. 2026 മെയ് 18 ഉറപ്പാണ് ഡേറ്റ്. ചോദിക്കും PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ. 2026 മെയ് 18 VD കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഓക്കെ, നോക്കൂ, അവിടെയാണ് നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം ആരംഭിച്ചത്. മെയ് 21 18 മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താലും അന്നല്ല കേട്ടോ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരുടെ സത്യപ്രതിജ്ഞ എന്നായിരുന്നു? അതും ഈ പറഞ്ഞ ആദ്യ നിയമസഭയുടെ സമ്മേളനത്തിൽ തന്നെയായിരുന്നു, മെയ് 21. സ്പീക്കറെ തെരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണം, മെയ് 18 VD സതീശന്റെ സത്യപ്രതിജ്ഞ, മെയ് 21 ആദ്യത്തെ സമ്മേളനം. എന്നാൽ MLA മാരുടെ സത്യപ്രതിജ്ഞ 21 തന്നെ. സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് മെയ് 22. മെയ് 22 എന്ത് ദിവസമാണ് നിങ്ങൾ ആലോചിക്കുക? സ്പീക്കറെ തെരഞ്ഞെടുക്കണ്ടേ? ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിങ്ങൾക്കറിയാം. CPMന്റെ പ്രതിനിധിയായിട്ട് AC മൊയ്തീൻ മത്സരിച്ചിരുന്നു. BJPയുടെ പ്രതിനിധിയായിട്ട് BB ഗോപകുമാരേട്ടൻ മത്സരിച്ചിരുന്നു. BJPക്ക് 3 അംഗങ്ങളാണുള്ളത്. BB ഗോപകുമാർ, അതുപോലെ തന്നെ നമ്മുടെ നേമത്ത് നിന്ന് ജയിച്ച രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ട് നിന്ന് ജയിച്ച V മുരളീധരൻ, അല്ലെ? അത്തരത്തിലുള്ള 3 പേരാണുള്ളത്. BB ഗോപകുമാർ ചേട്ടന്റെ മണ്ഡലം ഒന്ന് കമന്റ് ചെയ്ത് അറിയുന്നവര്. ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, BB ഗോപകുമാർ 3 MLA മാരാണ് ആർക്കുള്ളത്? BJPക്ക്. ഇദ്ദേഹമാണ് നിയമസഭയുടെ നേതാവ്, കക്ഷി നേതാവ് BB ഗോപകുമാർ. ആലോചിക്കുക, ഗവർണർ നയപ്രഖ്യാപനം നടത്താറുണ്ട് സാധാരണ ഒരു പുതിയ മന്ത്രിസഭ വരുമ്പോൾ, ഒരു സർക്കാർ വരുമ്പോൾ. ഇപ്പൊ മെയ് 18 പഠിച്ചു, അതിനുമുമ്പ് മെയ് 4 പറഞ്ഞു, മെയ് 21 നിയമസഭ കൂടി പറഞ്ഞു, മെയ് 22 സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് പറഞ്ഞു, MLA മാരുടെ 21 പറഞ്ഞു, അല്ലെ? അങ്ങനെയാണെങ്കിൽ നയപ്രഖ്യാപനം മെയ് 29 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെയ് 29 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഉറപ്പാണ്. ക്വസ്റ്റ്യൻ ഇത് പഠിച്ചിരിക്കണം മക്കളെ. PK കുഞ്ഞാലിക്കുട്ടിയാണ്, മണ്ഡലം മലപ്പുറമാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 85,327, 85,327, 85327. നമ്മുടെ അരുൺകുമാറൊക്കെ ഈ ഇലക്ഷൻ റിസൾട്ട് പറയുമ്പോൾ അല്ലെ, കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും ഭൂരിപക്ഷം 85327. കുഞ്ഞാലിക്കുട്ടി കുറച്ച് നേരായി, എന്റെ വായിൽ എന്തോ പോയി പോട്ടെ. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, ചോദ്യം ഇതാണ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ. നിങ്ങൾ മന്ത്രിസഭ എക്സാമിന് ഉറപ്പായിട്ടും വരും. ഞാൻ എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വകുപ്പ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അദ്ദേഹത്തിന് പുതുതായിട്ട് ഇപ്രാവശ്യം ഒരു വകുപ്പുണ്ട്, അത് ഏതാന്ന് കമന്റ് ചെയ്യണം. ആധുനിക കാലഘട്ടത്തിൽ പറ്റിയൊരു വകുപ്പ് ചിലപ്പോൾ ചോദിക്കും. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥ് സാറാണ്. അദ്ദേഹം മണലൂർ മണ്ഡലത്താണ് ജയിക്കുന്നത് കേട്ടോ. 126 അദ്ദേഹത്തിന് ഭൂരിപക്ഷം. ഇദ്ദേഹം തോൽപ്പിച്ച കോൺഗ്രസിന്റെ നേതാവ് TN പ്രതാപനാണ്. മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു TN പ്രതാപിന്റെ ഒരു പുസ്തകം, TN പ്രതാപന്റെ പുസ്തകം. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, നമ്മുടെ തൊടുപുഴ MLA ആയിട്ടുള്ള അപ്പു ജോൺ ജോസഫ്, നമ്മളെ ജോസഫ് സാറിന്റെ മകനാണ് അപ്പു ജോൺ ജോസഫ്. 16ാം കേരള നിയമസഭയുടെ പ്രോം ടൈം സ്പീക്കർ ഇമ്പോർട്ടന്റ് ആണ്, G സുധാകരൻ സാറാണ്, അമ്പലപ്പുഴ. കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് ഓഫീസർ K കൗശികനും, കേരള മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായ മുൻ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇതൊരു വിവാദമായതുകൊണ്ടാണ് ആ ഒരു നിയമനം. അങ്ങനെ സെക്രട്ടറിയായി ആദ്യം നിയമിച്ചിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് സ്റ്റാർ ഇട്ട് വെക്കുന്നു ഞാൻ. ആ ഒരു നിയമനം വലിയ വിവാദമായതുകൊണ്ട്, ആ സമയത്ത് കൊടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി VD സതീശനെ സെക്രട്ടറിയായി നിയമിച്ചിരുന്ന മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പൊ നിലവിലുണ്ട് എന്നല്ല പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതൊരു അങ്ങനത്തെ ഒരു കറണ്ട് അഫയേഴ്സ് കേട്ടോ. ഒരു വിവാദമായതുകൊണ്ട് രത്തൻ U കേൽക്കർ നിയമിച്ച വലിയ വിവാദമല്ലേ, ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാലോ, ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും
16ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA AD തോമസ് ആണ്. ഞങ്ങളുടെ മണ്ഡലം ബാലുശ്ശേരിയിൽ നിന്ന് ജയിച്ച VT സൂരജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രായം വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ MLA AD തോമസ് ആണ്. 30 വയസ്സ് പ്രായമുള്ള മറ്റൊരു MLA ആയിട്ട് VT സൂരജ് ഉണ്ട്. ഞങ്ങളുടെ സ്വന്തം MLA ആണ് ബാലുശ്ശേരി VT സൂരജ്. കേട്ടോ, കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA എന്ന റെക്കോർഡ് ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും 30 വയസ്സായല്ലോ. മാത്യു ടി തോമസ് ആയിരുന്നു അല്ലേ? അദ്ദേഹത്തിന് 25 വയസ്സുള്ളപ്പോൾ അദ്ദേഹം MLA ആയി. ഒരു MLA ആവാൻ വേണ്ട പ്രായപരിധി എത്രയാണ്? 25 വയസ്സാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനും 25 വയസ്സാണ് പ്രായപരിധി. എന്നാൽ രാജ്യസഭയിലേക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ 30 വയസ്സാവണം. ഒരു പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ 21 വയസ്സാവണം. കേട്ടോ, മറന്നു പോകണ്ട, മാറിപ്പോകണ്ട. അപ്പോൾ 30 വയസ്സാണ് രാജ്യസഭയിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഉപരിസഭ എന്നൊരു കൺസെപ്റ്റ് പഠിക്കാറുണ്ട് അല്ലേ? അധോസഭ, ഉപരിസഭയൊക്കെ പറയാറില്ലേ? അപ്പോൾ ഉപരിസഭ ഏതാണ്? രാജ്യസഭയാണ്. 25 വയസ്സ് ലോകസഭയിലേക്ക് മതി. MLA ആവാനും 25 വയസ്സ് മതി. ആ ഒരു പ്രായത്തിൽ മാത്യു ടി തോമസ് ആയിട്ടുണ്ട്. 16ാമത് കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ MLA പിണറായി വിജയനാണ് എന്ന് ആലോചിക്കുക. കാരണം അവർ പിണറായിയാണ്, മുമ്പത്തെ മുഖ്യമന്ത്രി. 16ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഇദ്ദേഹം തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA. ഇങ്ങനൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. അതും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്ന് വിജയിച്ച ഫാത്തിമ തഹലിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ വൈൽഡ് വാട്ടർ ബഫലോകളെ കാസിരംഗ ടൈഗർ റിസർവിൽ നിന്നും ഏത് ദേശീയോദ്യാനത്തിലേക്കാണ് വിജയകരമായി പുനരധിവസിപ്പിച്ചത്? കൻഹയിലേക്ക്. കേട്ടോ, നമുക്ക് ഏഷ്യൻ വൈൽഡ് വാട്ടർ ബഫലോകളെ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നു? കൻഹയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ. കൻഹ നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ഓക്കെ ആണോ? സെറ്റാണല്ലോ? ആലോചിച്ച് മനസ്സിലാക്കി ഒന്ന് പോയാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ചു പോട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് പലമാവു ടൈഗർ റിസർവ്, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ബാരാസിംഗ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഈ അടുത്തൊക്കെ 10th ലെവൽ എക്സാമിന് വന്നിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ബാരാസിംഗ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ്. ഇനി നമുക്ക് ഓരോരോ ഇൻഡെക്സുകൾ നോക്കാം. ആഗോള പട്ടിണി സൂചിക. ഇത് വേണമെങ്കിൽ ഒരു ചെറിയ പൊടിക്കായി ഞാൻ നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാട്ടോ. ഒരു 2 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പട്ടിണിയൊക്കെ ആയിരുന്നു. അത്യാവശ്യം 10-35 വയസ്സുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ അവരുടെയൊക്കെ കുട്ടിക്കാലം. ഒരു 2 വയസ്സുള്ള അത്യാവശ്യം പട്ടിണിയായിരുന്നു. ഒരു 16 വയസ്സൊക്കെ എത്തിയ സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നമ്മുടെ കൗമാരപ്രായ 16 ഭയങ്കര ഹാപ്പി ആയിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറയാണ് 2 വയസ്സിൽ പട്ടിണി കിടന്നു, 16 വയസ്സിൽ ഹാപ്പിയായി. പക്ഷേ അവരൊരു 27 വയസ്സൊക്കെ ആകുന്ന സമയത്ത് അവരുടെ സമാധാനം എല്ലാം പോവുക ജീവിതത്തിന്റെ. ഇനി ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണ്. കാരണം കല്യാണം കഴിക്കണം 27ാമത്തെ വയസ്സിൽ. ആലോചിക്കുക, സമാധാനം എല്ലാം പോകുന്നു. അങ്ങനെയാണെങ്കിൽ 30ാമത്തെ വയസ്സെത്തുന്ന സമയത്ത് നല്ലൊരു സമാധാനം തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ PSCക്ക് പഠിക്കുന്ന ഒട്ടുമിക്ക എല്ലാവരുടെയും ചിന്ത ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആണെങ്കിൽ അല്ലേ, നമുക്ക് അത്രയും സുരക്ഷിതമായൊരു ജോലി, അതാണ് അല്ലേ. ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഡെവലപ്മെന്റ് വരണം. ഇപ്പം 30ാമത്തെ വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്യാവശ്യം ഡെവലപ്പ് ആകണം, ഒരു ജോലി കിട്ടുന്നല്ലോ ചെയ്യും. 27ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു, സമാധാനം നഷ്ടപ്പെട്ടു അല്ലേ. പിന്നെ 30ാമത്തെ വയസ്സിൽ ഒരു അത്യാവശ്യം നമ്മൾ ഡെവലപ്പായി ആലോചിക്കാം. 31ാമത്തെ വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതിന് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഒരു എന്താ പറയുക, ഒരു ജെൻഡർ ഗ്യാപ്പ് ഇല്ലാതിരിക്കും അല്ലെ, ഒരു ബഹുമാനം കിട്ടും. നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് നമ്മൾ പോകും. കാരണം ജോലി കിട്ടി 31ാമത്തെ വയസ്സിൽ. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം 2ാമത്തെ വയസ്സിലൊക്കെ പട്ടിണിയൊന്നും നമ്മൾ കിടന്നുണ്ടാവില്ല, എന്നാലും അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു. 16ാമത്തെ വയസ്സിൽ നല്ല ഹാപ്പിനെസ് ആയിരുന്നു അല്ലെ, നമ്മൾ SLC ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, കൗമാരപ്രായം. 27ാമത്തെ വയസ്സിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്, കല്യാണം കഴിക്കുന്നത്. എന്നാൽ 30ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇപ്പോൾ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജോലി കിട്ടുന്നു. ഇനി 35, 36, 40 ഒക്കെ ചേച്ചിമാർ കാണുകയാണെങ്കിൽ ഇപ്പം പ്രായപരിധി കൂട്ടിയല്ലോ, നിങ്ങൾക്കും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ 30ാമത്തെ വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡെവലപ്പ് ആകുന്നു. ഇത് പറഞ്ഞത് ലേറ്റസ്റ്റ് 2026 കണക്കുകളാണ്. ഈ ഒരു 2-3 മാസം പരീക്ഷ ചെയ്തോ 3-4 മാസത്തിലേക്ക് നിങ്ങൾക്ക് ഇത് മതി. അടുത്ത വർഷം ഇത് കാണുന്നവരൊക്കെ ഉണ്ടാവും, ഇത് അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിലവിൽ 123 രാജ്യങ്ങളിൽ പട്ടിണി സൂചികയിൽ നമ്മുടെ രാജ്യം ഇന്ത്യ 102ാം റാങ്കാണ്. എല്ലാം 100ന്റെ മുകളിലാണ് പോയത്. അതുകൊണ്ട് 2, 16, 30, 27, 31 ഒക്കെ പഠിക്കാം. ഹാപ്പിനെസ് ഇൻഡെക്സിൽ നോക്കൂ, സന്തോഷം. ഫിൻലാൻഡ് ഏറ്റവും ടോപ്പായി. കുറച്ചു കാലങ്ങളായി ഫിൻലാൻഡ് തന്നെ 1ാം സ്ഥാനം. നമ്മുടെ സ്ഥാനം നോക്കൂ 116ആണ്. 147 രാജ്യങ്ങളിൽ ഈ ഔട്ട് ഓഫ് പഠിക്കണം കേട്ടോ. 123 പട്ടിണി, 1, 2, 3 പട്ടിണി 102ആണ്.
147 രാജ്യങ്ങളിൽ 116 സന്തോഷം. സമാധാനം 163 രാജ്യങ്ങളിൽ നമ്മുടെ സമാധാന ഇൻഡെക്സ് 127. ഇന്ത്യയുടെ സമാധാന ഇൻഡെക്സ്. സമാധാനം അല്ലെ, ശരിക്കും സമാധാനം കിട്ടണം ഐസായിട്ട് ഇങ്ങനെ ഇരുന്നാൽ. ചിലർ ഇങ്ങനെ കനകനകനകനെന്ന് ചെല്ലൂല്ലേ, അലമ്പാക്കി വീട്ടിൽ നിന്നും കുടുംബത്തിനും ഫ്രണ്ട്സിനും. അപ്പൊ നമ്മൾ സമാധാനം കിട്ടാൻ ഐസ് പോരാ, നമ്മൾ പറയില്ലേ ഐസായി നിൽക്കുക ഇങ്ങനെ അനങ്ങാണ്ട്. അപ്പൊ ഐസ്ലാൻഡ് സമാധാനം, ഐസ്ലാൻഡ് സമാധാനം. സന്തോഷം ഫിൻലാൻഡ്. മാറരുത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDA ഇൻഡെക്സ് 193 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം. ഹ്യൂമൻ ഡെവലപ്മെന്റ് 130. 30ാമത്തെ വയസ്സിൽ നമ്മൾ ഡെവലപ്മെന്റ് ആയി ജോലി കിട്ടി തന്നെ ചെയ്യും അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും HDA ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? HDA ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഗൂഗിൾ നോക്കിയാൽ മതി കേട്ടോ. കമന്റ് ചെയ്യില്ലേ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ നമ്മുടെ സ്ഥാനം 131. അത് 148. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്ത് ആദ്യമായിട്ട് പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ വിദ്യ. 2026 മാർച്ചിൽ മിന്നൽ പ്രളയമുണ്ടായ രാജ്യം ഒമാനാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം അഥവാ മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് നിലവിൽ വരുന്നത് ഉള്ളൂരിലാണ് സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം. അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ പ്ലാന്റായ ആദിത്യ ഉദ്ഘാടനം ചെയ്ത് ബാംഗ്ലൂരിലാണ്. കേരളത്തിലെ സ്ത്രീകളുടെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ രൂപം നൽകുന്ന ക്യാമ്പയിനാണ് പുനർജ്വാല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ സ്ത്രീകളുടെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ രൂപം നൽകുന്ന ക്യാമ്പയിനാണ് പുനർജ്വാല. ഓക്കെ ആണല്ലോ. അടുത്തിടെ കേരളത്തിലെ ആറളം വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ മരപ്പൊത്തുകളിലെ ജലത്തിൽ മുട്ടയിടുന്ന അപൂർവ ഇനം തുമ്പിയാണ് ത്രിവർണ തുമ്പി അഥവാ ലിറയോതെമിസ് അബ്രഹാമി. എന്തൊക്കെ പേരാണ്, ഒരു തുമ്പിയുടെ പേരാണ്. എന്താണ്? ലിറയോതെമിസ് അബ്രഹാമി അല്ലെ. ഇത് മുമ്പും അബ്രഹാമി വെച്ച് നമ്മൾ വേറെ തുമ്പി പഠിച്ചിരുന്നു. അപ്പൊ ത്രിവർണ തുമ്പി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ സൗണ്ടൊക്കെ പോയി. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. 16. 13 വയസ്സാണെങ്കിൽ ആന്ധ്ര. ഒന്ന് പഠിച്ചു വെച്ചേ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ കർണാടക. 13 വയസ്സിന് താഴെ ആന്ധ്രാപ്രദേശ്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അല്ലെ സാറിന്റെ പുതിയ പുസ്തകം ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ആദം നീ എവിടെയാകുന്നു? നമ്മൾ ചോദിക്കുകയാണല്ലേ, മുഖ്യമന്ത്രി അങ്ങ് എവിടെയാണ്? നമ്മളെ ജനകീയരായ മുഖ്യമന്ത്രിമാരിൽ അദ്ദേഹവും ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയായി വരുന്നു. നല്ല പ്രവർത്തനങ്ങൾ നടത്തട്ടെ, നമുക്ക് ആശംസിക്കാം അല്ലെ. അപ്പൊ ആദം നീ എവിടെയാകുന്നു? VD സതീശൻ. ഇപ്പൊ ട്രോളുന്നവരൊക്കെ ഉണ്ടാവും. എന്നെ ട്രോളുണ്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. കാരണം പവർ കട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ട്രോളുന്നവരൊക്കെ ഉണ്ടാവും. എനിവേ അതൊക്കെ പൊളിറ്റിക്സ് ആണ്. നമുക്ക് പഠിക്കേണ്ടത് PSC ഒരു മാർക്കാണ് അല്ലെ. VD സതീശൻ എഴുതിയ പുതിയ പുസ്തകം ആദം നീ എവിടെയാകുന്നു. ദി ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് PP സത്യൻ. മലയാളി മെമ്മോറിയൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അടുത്ത കാലത്ത് ഏറെ വിവാദമായ ചില മുൻ ഉദ്യോഗസ്ഥന്മാരായിട്ട് വർക്ക് ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ രംഗത്ത് വന്നിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് പ്രശാന്ത് നായർ അല്ലെ. നമ്മൾ പ്രശാന്ത് ബ്രോ, കളക്ടർ ബ്രോ എന്നൊക്കെ വിളിക്കുന്ന പ്രശാന്ത് നായർ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏത്? മലയാളി മെമ്മോറിയൽ. K സച്ചിദാനന്ദൻ, നമ്മുടെ മുമ്പത്തെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്ന K സച്ചിദാനന്ദൻ മാഷിന്റെ പുസ്തകമാണ് ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ. സച്ചിദാനന്ദൻ മാഷ് ആദം നീ എവിടെയാകുന്നു? VD സതീശൻ പഠിക്കണം. മലയാളി മെമ്മോറിയൽ പ്രശാന്ത് നായർ. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ അത് മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെതായിരുന്നു. ഒന്ന് കമന്റ് ചെയ്തേ. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച പൊതുജനാരോഗ്യ പ്രശ്നമായി കുഷ്ഠരോഗം ഇല്ലാതാക്കിയതിന് WHO അംഗീകാരം നേടിയ 2ാമത്തെ രാജ്യം ചിലിയാണ്. ആദ്യ രാജ്യം ജോർദാൻ ആയിരുന്നു. കുഷ്ഠരോഗം ജോർദാൻ, ചിലി. ജോറായിട്ട് ചിലച്ചോണ്ടിരിക്കും ചിലര്. കഷ്ടമാണ്. ചിലർ എങ്ങനെയാണ് ജോറായിട്ട് ഇങ്ങനെ എന്തൊരു കഷ്ടമാണോ ജോറായിട്ട് ഇങ്ങനെ അതന്നെ സാധനം കത്തിയില്ലേ. ചിലി. ബാക്കി കോടൊന്നും ഞാൻ പറയില്ല. അതൊക്കെ കാര്യം കാണുമോ യൂട്യൂബിൽ? ചീത്ത പറയരുതേ, കോടാക്കുക. നേപ്പാളിന്റെ പ്രധാനമന്ത്രി ഉറപ്പാണ് ചോദ്യം. മുപ്പര് നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട്. ബാലേന്ദ്ര ഷാ. പേരെന്താണ്? ബാലേന്ദ്ര ഷാ. ബാലേന്ദ്രൻ അല്ലേ നമ്മളെ മറ്റേ ബാലേന്ദ്ര ഷാ. നേപ്പാളിന്റെ പ്രധാനമന്ത്രി, അവിടുത്തെ ഏറ്റവും യങ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ വരുന്നു ബാലേന്ദ്ര ഷാ. നേപ്പാളിന്റെ പ്രസിഡന്റ് ചോദിച്ചാൽ പണ്ടേ ചങ്ങനെയാണ് പൗഡർ കുട്ടപ്പൻ. നല്ല പൗഡർ ഒക്കെ ഇട്ട്. രാംചന്ദ്ര പൗഡൽ. ഒരു വയസ്സനാണ് എന്ന് ആലോചിക്കുക, പൗഡർ ഒക്കെ ഇടുന്നത്. എന്നാൽ പ്രധാനമന്ത്രി പുതുതായിട്ട് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാലേന്ദ്ര ഷാ ആണ്. ദേശീയ സമ്പാദ്യ വകുപ്പിന്റെ അനന്ത സഞ്ചയം പദ്ധതിയിൽ 1ാമതെത്തിയ സ്കൂൾ ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് HSS ആണ്. ഇതൊക്കെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ചുമ്മാ അത് വായിച്ച് പോയത്. അനന്ത സഞ്ചയം ആറ്റിലിട്ടു. കേന്ദ്രത്തിന്റെ ഒരു
പദ്ധതിയിൽ ഒന്നാമത് സ്കൂള് ആറ്റിങ്ങലാണ്. സാവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി എവിടെ ചോദിച്ചാൽ ചിനാബിലാണ്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ച തേക്കടി മംഗളാദേവി ക്ഷേത്രത്തിന് സമീപം കണ്ടെത്തിയ കടുവ കുഞ്ഞാണ് മംഗളാദേവി ക്ഷേത്രം അടുത്തുണ്ട് മംഗള. വിമൻ ഓപ്പോസ് കേട്ടോ എന്ന പുസ്തകം ലെനയുടേതാണ്. ഏത് തമിഴ് നടന്റെ റേസിംഗ് ജീവിതത്തെ കുറിച്ച് പുറത്തിറങ്ങുന്ന ഡോക്യുമെന്ററിയാണ് ഗ്ലാഡിയേറ്റർ. റേസിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു തമിഴ് നടനേ ഉള്ളൂ, അത് അജിത് കുമാറാണ് അല്ലെ, നമ്മുടെ സ്വന്തം തല അജിത്ത്. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്പാണ് നിയോഫൈറ്റ് ID. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി UK-യിലേക്കും ഇറ്റലിയിലേക്കും GI ടാഗ് ചെയ്ത ജോഹ അരി കയറ്റുമതി ചെയ്തത് ഏത് സംസ്ഥാനത്ത്? ജോഹ പഠിക്കണം, ആസാം. ജോഹ അരി ആസാം. നിർബന്ധിച്ചും വ്യാജ വാഗ്ദാനങ്ങളും സമ്മാനങ്ങളും നൽകിയും മതപരിവർത്തനം നടത്തുന്നവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്ന മതസ്വാതന്ത്ര്യ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. അടുത്തിടെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച കുംഭൽഗഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. കുംഭൽഗഡ് രാജസ്ഥാൻ. 2026 മാർച്ചിൽ പൂർണ്ണ അന്താരാഷ്ട്ര പദവി ലഭിച്ച തമിഴ്നാട്ടിലെ വിമാനത്താവളമാണ് മക്കളെ മധുര വിമാനത്താവളം. വികലാംഗ ക്ഷേമ പദ്ധതികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ദിവ്യാംഗ് സഹായക് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വികലാംഗർക്ക് വേണ്ടിയുള്ള ഒരു പോർട്ടലാണ് ദിവ്യാംഗ് സഹായക് മഹാരാഷ്ട്ര. വേമ്പനാട്ട് കായലിനോട് ചേർന്ന് പുതിയ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് വട്ടക്കായലാണ് കേട്ടോ. ആലപ്പുഴ വട്ടക്കായലാണ് വേമ്പനാട്ട് കായലിനോട് ചേർന്ന പുതിയ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2026 ഉത്തരാഖണ്ഡിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടന്ന സൈനികാഭ്യാസമാണ്? ധർമ്മ ഗാർഡിയൻ. ജപ്പാനും ഇന്ത്യയുമാണ് ധർമ്മ ഗാർഡിയൻ. ഇന്ത്യയും സെയ്ഷൽസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനികാഭ്യാസമാണ് ലാമിറ്റിയെ. നല്ല പേരാണ്. സെയ്ഷൽസ് എന്ന് പറയുന്നതും ഇന്ത്യ എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യുക. ലാമിറ്റിയെ എന്ന എക്സസൈസ് ആരാണ്? സെയ്ഷൽസ്. ലാമിറ്റിയെ 2026. ധർമ്മ ഗാർഡിയൻ ജപ്പാൻ. നീതി ആയോഗ് രണ്ടാമത് ആരോഗ്യ സാമ്പത്തിക സൂചികയിൽ ഒന്നാമതെത്തിയ സ്റ്റേറ്റ് ഒഡീഷയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ കേരളം എഴുതാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. നീതി ആയോഗിന്റെ രണ്ടാമത് ആരോഗ്യ സാമ്പത്തിക സൂചിക, അതിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷ മറക്കരുത്. നീതി ആയോഗിന്റെ രണ്ടാമത് ആരോഗ്യ സാമ്പത്തിക സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഒഡീഷ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ആണവ നിലയത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്ന ആദ്യ വനിത. ഇന്ത്യയുടെ ചരിത്രത്തില് ഒരു ആണവ നിലയത്തിന്റെ തലപ്പത്തേക്ക് എത്തുകയാണ് മാഡം കൈഗ ആണവ നിലയത്തിൽ കേട്ടോ. RM നാച്ചമ്മ. കൈഗ എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. മറന്നുപോലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ നറോറ എവിടെയാ? UP-യിലാണ് അല്ലെ. നറോറ UP-യിലാണ്. താരാപൂർ എവിടെയാണ്? താരാപൂർ മഹാരാഷ്ട്രയിലാണ് താരാപൂർ. ഓക്കെ, മറക്കണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈഗ കർണാടകയിലുള്ള ആണവ നിലയത്തിന്റെ തലപ്പത്തേക്ക് RM നാച്ചമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് ഡൽഹിയിലെ മെട്രോ കേട്ടോ. ഡൽഹി മെട്രോയുടെ പിങ്ക് ലൈൻ. 2026 മൊബൈൽ വേൾഡ് കോൺഗ്രസിന് വേദിയാവുന്നത് സ്പെയിനിലാണ്, ബാഴ്സലോണ, സ്പെയിനില്. മൊബൈൽ വേൾഡ് കോൺഗ്രസ് ബാഴ്സലോണ, സ്പെയിൻ. ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇത് ഞാനിങ്ങനെ സ്റ്റാർ ഇട്ട് വെക്കാം. കാരണം 94, 95 ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. 93 ആരവായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഈ അടുത്തുള്ള എക്സാം ചോദിക്കാം. 2026 നടന്ന ഇന്ത്യൻ വൈൽഡ് ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലങ്കയും പുരുഷന്മാർ നേടിയത് ജാനിക് സിന്നറുമാണ്. യാനിക് സിന്നർ എന്നൊക്കെ വിളിക്കും കേട്ടോ, സെയിം ചങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ വെയിൽസ് ടെന്നീസ് വനിതാ സിംഗിൾസ് ആണ്. അപ്പോൾ അത് കിട്ടിയത് നമ്മുടെ അരീനയ്ക്ക്. പുരുഷ സിംഗിൾസ് കിട്ടിയതോ നമ്മുടെ യാനിക് സിന്നർ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ടെന്നീസ് ടൂർണമെന്റിൽ എന്താണ് പഠിച്ചു വെക്കുക. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനുകളിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നു എന്ന സൂചനയെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ RPF നടപ്പിലാക്കിയ സംയുക്ത പരിശോധനയാണ് ഓപ്പറേഷൻ നാർക്കോസ്. ഓപ്പറേഷൻ തൂഫാൻ എന്നാ നിങ്ങൾക്ക് അറിയാലോ. 86% സ്കൂളുകളെയും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് മേഘാലയാണ്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇടപാടിൽ ഇന്ത്യയുമായി കരാറിൽപ്പെടുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. ബ്രഹ്മോസിൽ ദേശീയ പാതയോരങ്ങളിൽ തേനീച്ചയുടെ സംരക്ഷണത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ബി കോറിഡോർ. അടുത്തിടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് മാറ്റിയ പ്രമുഖ ഇന്ത്യൻ ഇ-കൊമേഴ്സ് സ്ഥാപനമാണ് ഫ്ലിപ്കാർട്ട്. അതൊക്കെ നിങ്ങൾ ഒരിക്കലും മറന്നുപോലെ വായിച്ചാല്. അർബുദം മണത്തറിയാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നായ, ശ്രദ്ധിച്ചേ, അർബുദം മണത്തറിയാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നായ ലെയ്ക്കയാണ്.
KSRTCയുടെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. 2026 BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡിനും BCCIയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് ശുഭ്മാൻ ഗില്ലുമാണ്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ സ്റ്റാർട്ട് വെക്കാം. 2026 BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് കിട്ടിയ നമ്മുടെ വൻ മതിൽ നമുക്ക് വിളിക്കുന്ന രാഹുൽ ദ്രാവിഡ് അല്ലെ, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഗൗതം ഗംഭീർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ അടുത്ത് ആരായിരുന്നു കോച്ച് എന്നൊക്കെ? ഇത് ഞാൻ പറഞ്ഞത് ക്യാപ്റ്റനും ഇന്ത്യയുടെ ക്യാപ്റ്റനും ഇന്ത്യയുടെ കളിക്കാരനും ഇന്ത്യയുടെ കോച്ചും ഒക്കെ ആയിരുന്ന ദ്രാവിഡിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയെന്നാട്ടോ പറഞ്ഞത്. ഇനി BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി അവാർഡ് കിട്ടിയത് ശുഭ്മാൻ ഗിൽ. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ചില പ്രമേയങ്ങൾ പഠിക്കാം, ശ്രദ്ധിച്ച് പഠിക്കണം. ലോക ജലദിനം മാർച്ച് 22 നമ്മുടെ കോഡൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അറിയാത്തവർ നമ്മുടെ ഓൾഡ് ക്ലാസ്സുകൾ കണ്ടാൽ മതി. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമായതുകൊണ്ട് ഇല്ല അപസ്മാര നാടകം അല്ലെ. അങ്ങാടിക്കുരുവി ദിനം മാർച്ച് 20, അങ്ങാടിയിലെ വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, വനജ കാലിൽ മാർച്ച് 23 കാലാവസ്ഥാ ദിനം, ക്ഷയം മാർച്ച് 24 ക്ഷയരോഗ ദിനം, ഇല്ല 25 ഒന്നുമില്ല, അപസ്മാരം മാർച്ച് 26 അപസ്മാര ദിനം, അപസ്മാര നാടകം മാർച്ച് 27 നാടക ദിനം, അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമായതുകൊണ്ട് ഇല്ല അപസ്മാര നാടകം. ഇതൊക്കെ പണ്ടേ എല്ലാവരും പറയുന്ന കൂടെ ഞാൻ എൻ്റെതായ രീതിയിൽ മാറ്റിയിട്ട് ഒരു 8-9-10 കൊല്ലം മുമ്പേ ഇതൊക്കെ ഓഫ്ലൈനിൽ പഠിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊക്കെ ഇന്നും എല്ലാവർക്കും അറിയുന്ന കോഡാണ്, നിങ്ങൾക്കും അറിയാതിരിക്കരുത്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. മാർച്ച് 21, 22, 23, 24 ഒക്കെ. അപ്പൊ 23 കാലാവസ്ഥാ ദിനം, 22 ജലദിനം. ദേശീയ ജലദിനം ഏപ്രിൽ മാസം 14 തീയതി, മറക്കണ്ട. അത് BR അംബേദ്കറുടെ ജന്മദിനമാണ്, ഏപ്രിൽ 14. ഡിസംബർ 6 അദ്ദേഹത്തിന്റെ അന്തരിച്ച ദിവസം, അന്ന് മഹാപരിനിർവാൺ ദിവസം കൂടിയാണ്. അപ്പൊ ജലവും ലിംഗഭേദവുമാണ് ഇപ്രാവശ്യത്തെ പ്രമേയം. ജലവും ലിംഗഭേദവും മാർച്ച് 22. ജലവും ലിംഗഭേദവും മാർച്ച് 23. ഇന്ന് ആചരിക്കുക, നാളെയെ സംരക്ഷിക്കുക. കാലാവസ്ഥ അങ്ങനെയാണല്ലോ, ഇന്ന് ആചരിക്കുക. കാലാവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പം കാർബൺ ബഹിർഗമന വാഹനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ കാലാവസ്ഥയെ സംരക്ഷിക്കാനല്ലേ. ഇന്ന് ആചരിക്കുക, നാളെ സംരക്ഷിക്കുക. എന്നാൽ വെള്ളത്തിന്റെ കാര്യം ചോദിച്ചാൽ ജലം എന്ന് കേട്ടാൽ ജലവും ലിംഗഭേദവും. നോക്കൂ, വനിതാ ദിനം മാർച്ച് 8. ഗിവ് ടു ഗെയിൻ. വനിതകൾ എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കാം. നോക്കൂ, അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 13 തീയതിയാണ്. ഫെബ്രുവരി 13 തീയതിയാണ് കേട്ടോ. അവിടെ റേഡിയോ ദിനമൊക്കെ ഉണ്ട് ഫെബ്രുവരി 13. അപ്പോൾ മാർച്ച് 8 ഗിവ് ടു ഗെയിൻ. അങ്ങനെയാണെങ്കിൽ മാർച്ച് 15 ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നാണ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ദിവസമാണ്. ഉത്തരം കിട്ടിയോ? കമന്റ് ചെയ്തോ, ഞാൻ പറയട്ടോ കുറച്ചായിട്ട്. അങ്ങനെയാണെങ്കിൽ ലോക വനദിനം, വനദിനം മാർച്ച് 21. ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ്. അപ്പൊ ഇത് നിങ്ങൾ ഇരുന്ന് ബൈഹാർട്ട് പഠിക്കണം. ഞാൻ കോഡാക്കുന്നതിൽ അരമണിക്കൂർ അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് കോഡാക്കുന്നില്ല. വനദിനം, ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ്, അതുപോലെ തന്നെ സേഫ് പ്രോഡക്ട്സ്, കോൺഫിഡന്റ് കൺസ്യൂമേഴ്സ്. അതാണ് ഉപഭോക്തൃ അവകാശ ദിനമായി ബന്ധപ്പെട്ട പ്രമേയം. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 കേട്ടോ. ഡിസംബർ 24. ഓക്കെ, മറക്കണ്ട. ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോളിൽ ജേതാക്കളായത് ജപ്പാനാണ്. ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ ഏഷ്യൻ കപ്പ് ജപ്പാൻ. ഇന്ദിരാമ ഫാമിലി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി തെലങ്കാന. കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് ഇന്ദിരാമ ഫാമിലി ലൈഫ് ഇൻഷുറൻസ്. ഭീം പേയ്മെന്റ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച കായിക താരമാണ് MS ധോണി. എല്ലാ ബുധനാഴ്ചയും വാഹന നിരോധന ദിനമായിട്ട് ഉത്തരവിറക്കിയ പ്രദേശം ലക്ഷദ്വീപിൽ. എല്ലാ ബുധനാഴ്ചയും അവിടെ വാഹനങ്ങൾ നിരോധിക്കുന്നു ലക്ഷദ്വീപിൽ. കോസ്റ്റ് ഗാർഡിന്റെ 50ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യയെ ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോവയിൽ നിന്ന് പുറപ്പെട്ട് വിഴിഞ്ഞത്തെത്തിയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പായ്ക്കപ്പലാണ് അന്ധാര. എന്താണ് അന്ധാര? അന്തരിച്ചല്ല കേട്ടോ, ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. അന്ധാര ഇവിടെ വന്നു, ഗോവയിൽ നിന്ന് പുറപ്പെട്ട് വിഴിഞ്ഞത്ത് വന്നു. അന്ധാര പഠിക്കണേ. കേരളത്തിൽ വാട്ടർ മെട്രോ പദ്ധതി നടപ്പിലാകുന്ന 2ാമത്തെ നഗരം വാട്ടർ മെട്രോ വരുന്നു ആലപ്പുഴ. ആദ്യം കൊച്ചിയാണ്. 5ാമത് ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണം നേടിയ മലയാളി. ട്രിപ്പിൾ ജമ്പ് എന്ന് കേൾക്കുമ്പോൾ അബ്ദുള്ള അബൂബക്കർ. 5ാമത് ഓപ്പൺ ജംപ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണം നേടിയ അബ്ദുള്ള അബൂബക്കർ. 2027 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകാൻ പോകുന്ന, നിലവിൽ സ്വന്തമായി സജീവ റെയിൽവേ ശൃംഖല ഇല്ലാത്ത സംസ്ഥാനമാണ് സിക്കിം.
2025 ആദായ നികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാരെ ബോധവൽക്കരിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച രാജ്യവ്യാപക അവബോധ ക്യാമ്പയിനാണ് പ്രാരംഭ് 2026. ആദായ നികുതി കുറിച്ച് പൗരന്മാരെ ബോധവാന്മാരാക്കാൻ പ്രാരംഭ് 2026. ഇത് പ്രാബല്യത്തിൽ വന്ന 2026 ഏപ്രിൽ 1-നാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2024 മികച്ച ഗ്രന്ഥരചനയ്ക്കുള്ള അവാർഡ് നേടിയ ചരിത്രകാരൻ വെള്ളനാട് രാമേന്ദ്രനാണ്. പുതിയ അവാർഡാണ് 2024 ഇപ്രാവശ്യം കൊടുത്തത്. ഭൗമസൂചിക പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന പാലക്കാടിന്റെ പാരമ്പര്യ കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. കേട്ടോ, GI ടാഗ്. തോൽപ്പാവക്കൂത്ത് ഈ പറയുന്ന GI ടാഗ് കേട്ടോ. ഭൗമസൂചിക പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന പാലക്കാടിന്റെ പാരമ്പര്യ കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. കരുണ, ദ പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൈലാഷ് സത്യാർത്ഥി. കരുണയുള്ള മനുഷ്യന്മാരെല്ലാം സത്യമുള്ള ആളുകളായിരിക്കും കേട്ടോ. നമ്മുടെ നോബൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി. നിങ്ങൾക്കറിയാം 2014 മലയാള യൂസഫ്സായോടൊപ്പം അദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് അല്ലേ. അദ്ദേഹത്തിന്റെ സംഘടന അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സംഘടന കരുണ, ദ പവർ ഓഫ് കമ്പാഷൻ. നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചത് റിവിഷൻ ആവും കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി നിയമപരമായി ദയാവധത്തിന് സുപ്രീം കോടതി അനുമതി ലഭിച്ച വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹരീഷ് റാണ 2026 മാർച്ച് 23 മാർച്ച് 23 കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരിക 1931 മാർച്ച് 23 ഇന്ത്യയുടെ ധീര രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന 1907 പഞ്ചാബിന്റെ അമ്മ എന്ന് വിളിക്കുന്ന വിദ്യാപതിയുടെ മകനായി ജനിച്ച നമ്മുടെ രക്തസാക്ഷി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ചുവന്ന താരകം ഭഗത് സിംഗിന്റെ ആ ഒരു വീരമൃത്യു വരിച്ച ഡേറ്റ്, അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് ലാഹോർ ജയിലാണ്. അത് 1931 മാർച്ച് 23 ഇത് ഞാൻ ഇങ്ങനെ ആവേശം കൊണ്ട് പറഞ്ഞത്. ഭഗത് സിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഹരീഷ് റാണ കറണ്ട് അഫയേഴ്സ് കിട്ടണം. 2026 മാർച്ച് 23. ഞാൻ ടോട്ടൽ ടയർഡ് ആണെങ്കിലും ഭഗത് സിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ രക്തം ഇങ്ങനെ തിളയ്ക്കണം കേട്ടോ. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സിൽ വനിതകളുടെ പോൾ വാൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയ താരം. ആ ചാടിയത് 4.22 മീറ്റർ ആണ്. ഭരണിക ഇളങ്കോവൻ, ഒരു ഭരണിന്റെ മുകളിൽ ഇങ്ങനെ ചാടി ഒരു ഇളം പെണ്ണ്, തമിഴ്നാട്ടുകാരി ഭരണിക ഇളങ്കോവൻ. മറക്കണ്ട, പോൾ വാൾട്ട്. നമ്മള് അർമാൻ ഡുപ്ലന്റീസ് പഠിച്ച ഓർമ്മയില്ലേ? അർമാൻ ഡുപ്ലന്റീസിന്റെ ഒരു റെക്കോർഡ് ഉണ്ട്, പുതിയ റെക്കോർഡ്. അറിയുന്ന ആരാണ്? നല്ല മിടുക്കരായ കുട്ടികൾ ചോദിക്കട്ടെ. അർമാൻ ഡുപ്ലന്റീസ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് തിരുത്തി കുറിച്ച് 2026 പോൾ വാൾട്ടിലെ ഇതിഹാസം അർമാൻ ഡുപ്ലന്റീസ്. എത്രയായിരുന്നു അദ്ദേഹം ചാടിയത്? ഇത് 4.22 മീറ്റർ കാണട്ടെ. ഓക്കെ. ലോക ആർച്ചറി സംഘടനയുടെ 2025 ഏറ്റവും മികച്ച പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ശീതളാണ്. നോക്കൂ, ലോക ആർച്ചറി സംഘടനയുടെ 2025 ഏറ്റവും മികച്ച പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് ശീതൾ ദേവിയാണ്. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഒഡീസി നർത്തകി, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മധുമിത റൌത്ത്. ഒഡീസിയാണ്, ഒഡീസി സ്റ്റാർ ഇട്ട് വെക്കാം. മധുമിത ഒഡീസി നർത്തകിയാണ്. മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നടനും ആയോധന കലയിൽ ഇതിഹാസവുമായ വ്യക്തിയാണ് ചക്ക് നോറിസ്. ഈ ആയോധന കല എന്ന് കേൾക്കുമ്പോൾ ചാക്കിലിട്ട് ഇങ്ങനെ നോ റിസ്ക് ആയിട്ട് ഇങ്ങനെ അടിക്കുന്ന മനുഷ്യൻ ചക്ക് നോറിസ്. UK പാർലമെന്റിൽ വെച്ച് വുമൺ എംപവർമെന്റ് അവാർഡ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ പ്രമുഖ ഇന്ത്യൻ നടി ഋതുപർണ സെൻഗുപ്ത. കർഷകർക്ക് തത്സമയ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനായി സർക്കാർ ആരംഭിച്ച AI പവേർഡ് ബഹുഭാഷാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഭാരത് വിസ്താർ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പാണ് സി വിജിൽ. അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്നും ആൺ പെൺ ശരീര ലക്ഷണമുള്ള അപൂർവ പ്രതിഭാസമുള്ള ഏത് ജീവിവർഗത്തെയാണ് കണ്ടെത്തിയത്? ഞണ്ടിനെയാണ് സൈലന്റ് വാലിയിൽ നിന്നും ആൺ പെൺ. കേട്ടോ. ഇന്ത്യയുടെ ബഹിരാകാശ നിലയങ്ങളെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ISRO ആരംഭിച്ച പദ്ധതിയാണ് നേത്ര. ഇന്ത്യയുടെ ബഹിരാകാശ നിലയങ്ങളെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ISRO ആരംഭിച്ചുള്ള പദ്ധതിയാണ് നേത്ര. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ തലവനായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയായും അങ്ങനെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ നേതാവ് നരേന്ദ്രമോദിയാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും. കവാസാക്കി, ഇത് ഒരു ബൈക്കൊന്നുമല്ല, അങ്ങനെ ഒരു പേര്, അതേപോലെ സാമാന്യമുള്ള ഒരു പേരുള്ള ഒരു ബൈക്ക് ഉണ്ടെന്ന്. കവാസാക്കി എന്ന അപൂർവ രോഗം ഇപ്പൊ തന്നെ പഠിക്കണം. ഇടുക്കിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. എവിടെയാണ്? കവാസാക്കി, ഇടുക്കി. വിശദമായിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ PDF വായിച്ചു നോക്കണം, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, ഈ അസുഖം എന്താണെന്ന് കേട്ടോ. കവാസാക്കി ഇടുക്കിയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. 2026 നോട്ട് ചെയ്ത് വെക്കുക കവാസാക്കി. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അടുത്തിടെ അനുമതി ലഭിച്ച ജപ്പാനീസ് കമ്പനിയായ ടക്കേഡ
എന്താണ്? ടക്കേഡ വികസിപ്പിച്ച ഡെങ്കിപ്പനി വാക്സിനാണ് ക്യൂഡിങ്ക. ഡെങ്കി എന്നുള്ള ഡിങ്ക് ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടും ഈ വാക്സിൻ ഡെങ്കിക്ക്. US നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം അഥവാ NBCC നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ് ആണ്. US നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം കിട്ടിയത് അരുന്ധതി റോയ്. 2026 മാർച്ചിൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ രക്തച്ചുവപ്പ് ആകാശത്തിന് കാരണമായ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് നാരല്ല. ഈ ഒരു പ്രത്യേക രക്തത്തിന്റെ ചുവന്ന കളർ ആകാശം അതെങ്ങാ മേത്തായ ആകെ നാറിപ്പോവും. നാറല്ലേ ഭയങ്കര ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ്, ചൂടാണ്. നാറല്ലേ എന്ന് പറയട്ടോ. നാറല്ലേ നാറല്ലേ എന്ന് ആലോചിക്കട്ടോ. എന്താണ് ഈ പറയുന്ന ഓസ്ട്രേലിയയില് ഈ പറയുന്ന ഒരു ഉഷ്ണ ചുഴലിക്കാറ്റാണ്. അത് രക്തച്ചുവപ്പ് രക്തമാണ് ആ ആകാശത്ത് കാണുന്ന കളറ്. അതെങ്ങാ വന്നാൽ നാറല്ലേ ഓസ്ട്രേലിയയിലുള്ള ആ ഒരു ഉഷ്ണക്കാറ്റ് മേത്ത് വന്നാൽ നാറല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൃദയ തകരാറുള്ളവർക്കായി ഹോപ്പ് എന്ന പേരിൽ കേരളത്തിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ തന്നെ ആദ്യമായി ഒരു പ്രത്യേക തീവ്ര പരിചരണ വിഭാഗം ആരംഭിച്ച ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ഓക്കെ, വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച മലയാള ചലച്ചിത്ര താരമാണ് മോഹൻലാൽ. 2026 ഗണിത ശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ഗർഡ് ഫോൾട്ടിങ്സ് ആണ്. ചെറിയൊരു ഫോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കണക്ക് നമുക്ക് കിട്ടൂല. അപ്പൊ ഗർഡ് ഫോൾട്ടിങ്സ് ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള തുംഗസ്ക വ്യോമ പ്രതിരോധ മിസൈൽ കവചം വാങ്ങുന്നതിനായി ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ച ഏത് രാജ്യമായിട്ടാണ്? തുംഗസ്ക, റഷ്യ. ഉള്ളറകൾ തുറക്കുമ്പോൾ എന്ന കൃതി അഡ്വക്കേറ്റ് K രാംകുമാർ വക്കീലാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഉള്ളറകൾ തുറക്കുമ്പോൾ. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും പ്രതിരോധ സിവിലിയൻ മേഖലകളിൽ ഡ്രോണുകൾ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡ്രോൺ ശക്തി. 24ാമത് ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ്. 24ാമത് ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഓവറോൾ ചാമ്പ്യന്മാരായത് ഹരിയാനയാണ്. നടന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. 2028 ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭുവനേശ്വർ തന്നെയാണ്. ആദ്യമായി ലേ സന്ദർശിക്കുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറിയത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ്. വേൾഡ് യൂത്ത് പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട സിക്കിമിൽ നിന്നുള്ള യുവ നേതാവ്. സിക്കിം നോക്കൂ, നല്ല സ്തുതി പാടാൻ അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്തുതിയാണ് പ്രധാനം. നല്ലോണം ആളുകൾ ഇങ്ങനെ പൊക്കുക. പിണറായി വിജയൻ നല്ലതാണ്, മോഡി നല്ലതാണ്, സതീശൻ നല്ലതാണ്, ഇങ്ങനെ സ്തുതി പറയുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യം കിട്ടും. അവരെന്ത് ചെയ്യും? ആ യൂത്ത് നിന്ന് പെട്ടെന്ന് നേതാക്കന്മാരാക്കുന്ന ആലോചിക്കുക. അത് പഠിക്കാൻ വേണ്ടി പറയണേ. വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത് സ്തുതി പ്രധാൻ. 2026 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പശ്ചാത്തലത്തിൽ 2026 മാർച്ചിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ശ്രദ്ധിക്കണേ, അത് ഫിലിപ്പൈൻസ് ആണ്. നമുക്ക് കുറച്ചധികം ചോദ്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണേ. 2026 2001 എന്ന് നമ്പർ ഇട്ട്. ഇത്രയും നേരം ക്ലാസ് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്ക് കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ 2026 ചെസ് ഒളിമ്പ്യാഡിന് വേദിയാവുന്ന രാജ്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിന്റെ സൈനിക നടപടി അറിയപ്പെടുന്ന പേര് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സോട് കൂടി കറണ്ട് അഫയേഴ്സ് മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം വായിച്ച് പഠിച്ച് ഓർമ്മ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 10th പ്രിലിംസിന് വേണ്ടി മാത്രം എടുക്കുന്ന ക്ലാസ് ആണ്. ഇത്രയും നേരം ക്ലാസ് കണ്ടവര് ഈ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ക്ലാസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. PDF കിട്ടാൻ ടെലഗ്രാം ചാനൽ വരിക. PDF ഒക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത് പഠിക്കാൻ പറയാം കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.